ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സാന്ത്വനത്തിൽ ഇനി വരാൻ പോകുന്ന ഒറിജിനൽ തമിഴ് ഭാഗമാണ് പറയാൻ പോകുന്നത്. തമിഴ് പാണ്ഡ്യൻ സ്റ്റോർ 2ലെ ഭാഗം കേട്ടോ. ഈ ഭാഗം നമുക്ക് എന്തായാലും മലയാളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മുടെ അനന്തനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ് അനു. അലോകിനോട് ഇഷ്ടക്കുറവോ കാര്യങ്ങളൊന്നും ഇല്ല വല്യമ്മാവേ. പിന്നെ ചെറിയൊരു വഴക്ക്, അത് വേറൊന്നല്ല, അലോകിന് എന്തോ തിരക്കുണ്ട്, അതുകൊണ്ട് എന്റെ കൂടെ ഇന്ന് ടെക്സ്റ്റൈൽസിൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. എടാ, നിനക്ക് ഇന്ന് എന്ത് തിരക്കാട്ടുള്ളത്? ഒരു തിരക്കും നിനക്ക് വേണ്ട, കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഞാനും അച്യുതനും കൂടി നോക്കിക്കോളാം. നീ മോളെയും കൂട്ടിക്കൊണ്ട് ടെക്സ്റ്റൈൽസിൽ പോയിട്ട് അവൾക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ എടുത്തു കൊടുക്കുക എന്ന് പറയണേ. ആ ശരി വല്യച്ഛ എന്ന് പറഞ്ഞിട്ട് അലോക് നമ്മുടെ അനുവിനെയും കൂട്ടിക്കൊണ്ട് പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ അനന്തൻ അച്യുതനോട് പറഞ്ഞിടാ, നിന്റെ മോനോട് നല്ല വർത്താനം പറഞ്ഞു കൊടുക്കടാ, നിന്റെ മോൻ എന്താടാ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് അനന്തൻ അവിടെ നിന്ന് പോവാണ്. അച്യുതൻ അലോകിനെടാ ഇവിടെ വന്നേടാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. എന്താ അച്ഛാ? അല്ല, ഏട്ടന്റെ സ്വഭാവം എന്താ പെട്ടെന്ന് മാറിയത്? എനിക്ക് കാര്യം മനസ്സിലായച്ചാ. ഇന്ന് രാവിലെ ഞാൻ മിത്രേനെ കണ്ടിരുന്നു. മിത്രേനെയോ? അതെ, അവളെന്നോട് പറഞ്ഞേ ഞാൻ അനുവിനെ ഉപദ്രവിക്കുമ്പോ അവിടെ ആര്യൻ അവളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന്. ഞാനത് കേട്ടപോലെ മൈൻഡ് ഒന്നും ചെയ്തില്ല. അവൾ അതേ കാര്യം വന്നിട്ട് വല്യച്ഛനോടും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വല്യച്ഛൻ സ്വന്തം മോളാണല്ലോ, അപ്പൊ അതുകൊണ്ട് അവള് വേദനിക്കണ കാണാൻ വയ്യ, അതുകൊണ്ടിട്ടാണ് ഞാൻ അനുവിന്റെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറണമെന്ന് വല്യച്ഛൻ പറയണത്. ഓഹോ, അപ്പൊ നമ്മുടെ കൂടെ എത്രയോ നാളെ നിന്നിരുന്ന ചേട്ടൻ ഇപ്പൊ കൂടുമാറിയല്ലേ? അതെ, എന്തായാലും ചേട്ടൻ പറഞ്ഞതല്ലേ, നീ പോയിട്ട് അവളുടെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ ആലോകിനെയും കൂട്ടിക്കൊണ്ട് അനു ടെക്സ്റ്റൈൽസിലേക്ക് പോവാട്ടോ. എന്നിട്ട് 2-3 ഡ്രസ്സിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നുണ്ടോ അലോകേട്ടാ ചോദിക്കുമ്പോ, ഓ നിനക്ക് ഒരു ഡ്രസ്സും ചേരില്ല. അല്ല, ഈ കളർ എനിക്ക് ചേരുന്നുണ്ടോ? കുഴപ്പമില്ല. കുഴപ്പമില്ല വെച്ചാൽ കൊള്ളില്ലെന്നല്ല അർത്ഥം. അപ്പൊ ഇത് വേണ്ട ചേച്ചി, അതെടുക്ക് ചേച്ചി, ഇതെടുക്ക് എന്നൊക്കെ പറയാണ്. അങ്ങനെ ആ ചേച്ചി പറയണ്ട, മോളെ അത് ഭയങ്കര വിലയുള്ള ഡ്രസ്സാന്ന് പറയുമ്പോ, അതൊന്നും കുഴപ്പമില്ല, വിലയൊന്നും ഒരു പ്രശ്നമില്ല ചേച്ചി, അതെടുത്തോ എന്ന് പറയാണ്. അങ്ങനെ കുറെ ഡ്രസ്സിനെ മാറ്റി മാറ്റി നോക്കണം. അങ്ങനെ അനുക്ക് ഒരുപാട് ഡ്രസ്സ് ഇഷ്ടമുണ്ട് കേട്ടോ. അനു ആ ഡ്രസ്സ് എല്ലാം തന്നെ എടുക്കണം. ആ സമയത്ത് അലോക് അനുക്കൊരു പണി കൊടുക്കാണ്. ആ ടെക്സ്റ്റൈൽസ് നിന്ന് പതുക്കി ഇറങ്ങി പോവാട്ടോ. ബില്ല് കൊടുക്കാനില്ലാണ്ടാകുമ്പോഴേക്കും അനു നാണം കെടുമല്ലോ, അതിനെ വേണ്ടിയിട്ടാണ്. പക്ഷെ അലോകിന്റെ കയ്യിലെ ക്രെഡിറ്റ് കാർഡ് അനു അപ്പോഴേക്കും കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. അലോകിന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് എല്ലാം തന്നെ അനു പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. വീട്ടില് സന്തോഷത്തോടെ വന്നിരിക്കുകയാണ് അലോക്. അച്ഛാ, ഞാൻ അവൾക്ക് ഒരു ഇടിവെട്ട് പണി കൊടുത്തച്ഛ എന്ന് പറയാണ്. എന്താ നീ കൊടുത്ത പണി? അതെ, അവള് ടെക്സ്റ്റൈൽസിൽ കൊണ്ടാക്കി അവള് കൈ നിറയെ വസ്ത്രങ്ങൾ വാങ്ങിച്ച് അവിടെ ബില്ലടിക്കുന്ന സമയത്തെ ഞാൻ അവിടെ നിന്ന് മുങ്ങി. അവളിപ്പോ ബില്ലടിക്കുന്ന ആൾക്ക് ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ നിൽപ്പുണ്ട് അവിടെ. വലിയ ജ്വല്ലറി ടെക്സ്റ്റൈൽസ് ആണല്ലോ, സ്റ്റാഫുകളും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരുടെ ബന്ധുക്കളും പിന്നെ തുണിയെടുക്കാൻ വന്നവരും അവരുടെ ബന്ധുക്കളും കുട്ടികളും അങ്ങനെ കുറെ പേരുണ്ട്. അവരുടെ മുമ്പിലൊക്കെ അവൾ ചമ്മി നാണം കെടും. ഓ, ഇതാണ് ഇത്ര വലിയ പണി അച്ഛാ, ചമ്മണത് വലിയ പണി തന്നെയല്ലേ അച്ഛാ? ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അലോകിന്റെ ഫോണിലേക്ക് ടിങ് 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 മെസ്സേജ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക കേട്ടോ. ഇതെന്താ ഇങ്ങനെ മെസ്സേജ് വരും നോക്കുമ്പോ ഇങ്ങനെ പൈസ ഇങ്ങനെ പോയി ഇങ്ങനെ മെസ്സേജ് വന്നോണ്ടിരിക്കുകയാണ്. അച്ഛാ, എന്റെ അക്കൗണ്ടിൽ പൈസ പോയിക്കൊണ്ടിരിക്കണു, എന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ പോകുന്നു. എടാ, അത് എവിടെന്നാ പോയെന്ന് നോക്കുന്നേ. അപ്പൊ ഈ ടെക്സ്റ്റൈൽസിന്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അച്ഛാ, അവള് പോയി ടെക്സ്റ്റൈൽസിൽ നല്ല അച്ഛാ. അപ്പൊ നീ ക്രെഡിറ്റ് കാർഡ് എവിടെ വെച്ചു? അത് ഞാൻ എന്റെ പേഴ്സിൽ. അയ്യോ അച്ഛാ, പേഴ്സിൽ ക്രെഡിറ്റ് കാർഡ് കാണുന്നില്ല. എടാ മണ്ട, ക്രെഡിറ്റ് കാർഡ് അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണോടാ നീ ഇവിടെ വന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നത്? ഹോ, നിന്റെ അമ്മ പ്രസവിക്കുന്ന സമയത്ത് വല്ല കഴുതേനും പ്രസവിച്ചാൽ മതിയായിരുന്നു, മാരക്കഴുത എന്ന് പറയുമ്പോഴേക്കും അലോക് വേഗം തന്നെ ടെക്സ്റ്റൈൽസിലേക്ക് പോകട്ടെ. അപ്പോഴേക്കും അനു പർച്ചേസ് ഒക്കെ കയ്യിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അലോക് അവിടെ എത്തുമ്പോഴേക്കും അനുവിന്റെ കയ്യിൽ ഒരുപാട് കവറുകളാണ് കേട്ടോ. അനു ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിലേക്ക് കയറി പോകാൻ. അപ്പൊ അലോകും ഓട്ടോയിലേക്ക് കയറുന്നുണ്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, എന്റെ പൈസ നീ മര്യാദക്ക് തന്നോ? പൈസ വേണോ അല്ലെ? ഞാൻ വീട്ടിൽ പോയിട്ടെ വല്യമാമയുടെ അടുത്ത് പറഞ്ഞിട്ട് പൈസ മേടിച്ചു തരാം. ഓ, നീ എന്നെ കൊണ്ട് പോവുള്ളൂ അല്ലേ? അതെ, നിങ്ങൾ എന്നെ അവിടെ വെച്ചിട്ട് ട്രാപ്പ് ചെയ്യാൻ നോക്കിയതല്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു പണി തന്നു, എങ്ങനെയുണ്ട് എന്ന് അനു ചോദിക്കാണ്. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ ശരിക്കും കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറയാൻ പോണത് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു എപ്പിസോഡാട്ടോ. നമ്മുടെ തമിഴിലെ ഈ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനുണ്ടല്ലോ, നമ്മുടെ ആകാശിനെ ഒന്ന് പറ്റിക്കണേന്ന് അറിയില്ല, ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, 10 ലക്ഷം രൂപ തരുവാണെങ്കിൽ ഗവൺമെന്റ് ജോലി, പരീക്ഷയും കാര്യങ്ങളൊന്നും എഴുതാതെ ഗവൺമെന്റ് ജോലി കയ്യിൽ തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കാണ്. അപ്പൊ നമ്മുടെ ആകാശിന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലല്ലോ. ആകാശ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ബാലൻ കുറേശ്ശെ ആയിട്ട് നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന ലാഭമൊക്കെ ഇങ്ങനെ പൈസയൊക്കെ കൂട്ടി വെക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ബാലന് 1-2 അക്കൗണ്ട് ഉണ്ട്, അതിലൊരു അക്കൗണ്ട് കേട്ടോ. അതിന് പൈസ ഇടാൻ പോണതൊക്കെ നമ്മുടെ ആകാശാണ്. അപ്പൊ ആകാശ് ഇങ്ങനെ പൈസ ഇടാൻ പോണ ആ ഒരു അക്കൗണ്ട്. അപ്പൊ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ തരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് ജോലി കയ്യിലേക്ക്
കയ്യിലേക്ക് കിട്ടും. പിന്നെ ഒന്നും നോക്കണ്ട, മാസം 1 ലക്ഷം രൂപയാണ് സാലറി. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും 10 മാസം കൊണ്ട് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഉണ്ടായിക്കൂടെ മരുമോനെ, അതുകൊണ്ട് 10 ലക്ഷം രൂപ വേഗം കൊണ്ടുപോവാ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഈ ആകാശം എന്താ ചെയ്യാൻ വെച്ചാൽ ബാല അത്രയും നാൾ കഷ്ടപ്പെട്ട് സൂക്ഷിച്ച് ഓരോരോ രൂപയായിട്ട് മിച്ചം വെച്ചുണ്ടാക്കി ആ ഒരു 10 ലക്ഷം രൂപ അങ്ങനെ തന്നെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ ബാലനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ജീവന്റെ അച്ഛനും അമ്മയും വന്നിട്ട് 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. കടയിൽ പോയിട്ട് ബാലൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ ഈ പൈസക്ക് എന്ത് ചെയ്യുമെന്നൊക്കെ. ബാലൻ ആകാശിനോട് പറയണ്ട്, ആകാശ് നീ ഒരു കാര്യം ചെയ്യ്, ബാങ്കിലേക്ക് പോയിട്ട് ആ 10 ലക്ഷം രൂപ ഉണ്ടല്ലോ അത് വിഡ്രോ ചെയ്തിട്ട് വാ. തൽക്കാലത്തേക്ക് ആ പൈസ കൊടുക്കാം, പിന്നീട് നമുക്ക് സമയമുണ്ടല്ലോ, 1 മാസത്തിൽ ബാക്കി പൈസ കൊടുക്കാം, ജീവന്റെ വീട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമല്ലോ എന്നൊക്കെ പറയാനിട്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ. കടയിൽ നിന്ന് പോകുന്നുണ്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. ആകാശ് ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവിടെയൊക്കെ ആര്യൻ വരുന്നുണ്ട്. ചേട്ടൻ എന്താ ആകെ ടെൻഷനായിട്ടിരിക്കണത്? ആര്യ ഒന്നുമില്ലടാ. അല്ല ചേട്ടന്റെ മുഖം കണ്ടാലറിയാം ചേട്ടൻ എന്തോ ടെൻഷനുള്ള പോലെ. ഒന്നുമില്ല, എല്ലാത്തിനും കാരണം നമ്മുടെ അച്ഛനാണ്. അച്ഛനോ? ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? അല്ല എനിക്കൊരു കഴിവില്ല എന്ന് എപ്പോഴെപ്പോഴും പറഞ്ഞ് എന്റെ മനസ്സൊന്ന് മാറി ചിന്തിച്ചു പോയടാ. പൈസ കൊടുത്ത് ജോലി മേടിക്കുന്ന രീതിയിലേക്ക് ഞാൻ പോയി. പൈസ കൊടുത്ത് ജോലി മേടിക്കുന്ന രീതിയോ? അതെ, അത് മീനുവിന്റെ അച്ഛനുണ്ടല്ലോ 10 ലക്ഷം രൂപ തരാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോലി വാങ്ങി തരാന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ മാസം വരുമാനമുള്ള ഗവൺമെന്റ് ജോലി. എന്നിട്ട് ഞാൻ അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്ത് മീനാക്ഷിയുടെ അച്ഛനെ കൊടുത്തു. ചേട്ടനൊരു ബോധമില്ലേ? ഗവൺമെന്റ് ജോലിയൊക്കെ ആരെങ്കിലും അങ്ങനെ കയ്യിൽ തരുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അതിനെ കഷ്ടപ്പെട്ട് പഠിച്ച് ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഓരോരോ ഗവൺമെന്റ് ജോലി കിട്ടുന്നത്. അല്ല ചേട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല. പിന്നെ 1 ലക്ഷം രൂപ എന്ന സാലറി ഒന്നും അങ്ങനെ ഇങ്ങനെ കിട്ടത്തൊന്നുമില്ല. അതൊക്കെ ഓരോ പൊസിഷൻ അനുസരിച്ചിട്ടാണ്. ചേട്ടന് അയാൾ പറ്റിച്ചാണ് കേട്ടോ. മീനുവിന്റെ അച്ഛൻ ഇങ്ങനെ പറ്റിക്കൊന്നുമില്ല. അല്ല ചേട്ടൻ അത്രയ്ക്കും വലിയ കാര്യമാണെങ്കിൽ അയാൾ കോടീശ്വരനല്ലേ, 10 ലക്ഷം രൂപ എന്താ ചേട്ടന് വേണ്ടി ആൾക്ക് ഇറക്കിക്കൂടായിരുന്നോ? എടാ മീനുന്റെ അച്ഛനത് ചെയ്താനേ, ഞാനാ പറഞ്ഞത്, ഞാൻ തന്നെ പൈസ തരാന്ന്. അടന്നാ എനിക്ക് മീനുന്റെ അച്ഛന് പൈസ മേടിക്കാൻ ഒരു അഭിമാനക്കുറവ്. അതുകൊണ്ട് അച്ഛന്റെ അക്കൗണ്ട് പെട്ടെന്ന് അച്ഛൻ ശ്രദ്ധിക്കില്ലല്ലോ, അത്ര വലിയ ആവശ്യമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. അതുകൊണ്ട് അതിലെ പൈസ എടുത്ത് ഞാൻ കൊടുത്തു. ചേട്ടൻ എപ്പോഴാ കൊടുത്തത്? 1 മാസം മുമ്പാ കൊടുത്തത്. എന്നിട്ട് മീനാക്ഷി അടുത്തേക്ക് ഈ കാര്യം അറിയില്ലേ? ഇല്ല, മീനുവിന് ഈ കാര്യം അറിയില്ല എന്ന് പറയാണ്. ഈശ്വര, ഇനിയിപ്പോ അച്ഛന് ഓൾറെഡി 1 കോടി രൂപ കൊടുക്കാനുണ്ട്. 10 ലക്ഷം രൂപ ഇത് കയ്യിലുണ്ടല്ലോ. പിന്നെ അവൾക്ക് വേണ്ടി സ്വർണം കരുതിച്ചൊക്കെ കൊണ്ടേ പണയം വെക്കാനോ വിൽക്കാനോ ഒക്കെ അച്ഛൻ്റെ ഉദ്ദേശം. എന്നാലും ചേട്ടാ ഇത് കുറച്ച് കൂടിപ്പോയി. ചേട്ടനറിയാലോ അച്ഛൻ ഓരോ രൂപ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കണം. അച്ഛൻ പിശുക്കരും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അച്ഛൻ ഈ പൈസ ഉണ്ടാക്കിക്കണം ആർക്ക് വേണ്ടിയിട്ടാ? നമ്മൾ 4 മക്കൾക്കും കഷ്ടപ്പെട്ട് നമ്മുടെ പൈസ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ആവശ്യത്തിന് വേണ്ടി അച്ഛൻ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കണം, അല്ല അച്ഛനെ വേണ്ടിയിട്ടല്ല. എടാ ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്കൊരു ഇതും ഇല്ല ഏട്ടാ. അച്ഛൻ വരുമ്പോഴേക്കും എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല എന്ന് ആര്യം പറയണം. അങ്ങനെ ആകാശം ആകെ പെട്ടുപോകാൻ പോവാട്ടോ. മീനാക്ഷിയുടെ അച്ഛൻ പിന്നെ 10 ലക്ഷത്തെ കുറിച്ച് ചോദിക്കത്തും പറയത്തും ഒന്നുമില്ല കേട്ടോ. അങ്ങനെ മീനാക്ഷി ഇത് അറിയുന്നുണ്ട്. മീനാക്ഷി ഇത് അറിയുമ്പോഴേക്കും പിന്നെ ആകാശിനോട് ദേഷ്യപ്പെടുന്നുണ്ട്, വഴക്കിടുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആകാശ് ഇത് ചെയ്തെന്ന് മീനാക്ഷിക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. അതുകൊണ്ട് മീനാക്ഷി ഇപ്പൊ വീട്ടിൽ ആ കാര്യമൊന്നും പറയുന്നില്ല. അറിഞ്ഞെങ്കിലും നമ്മുടെ മീനാക്ഷി അവിടെ എല്ലാവരുടെ മുമ്പിൽ ആകാശിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും റൂമിലെത്തുമ്പോഴേക്കും ആകാശിനോട് വല്ലാത്തൊരു ശത്രുവിനോട് പെരുമാറുന്ന പോലെയാണ് മീനാക്ഷി പെരുമാറണം. അങ്ങനെ 10 ലക്ഷം രൂപ വെള്ളത്തിൽ പോയ ഭാഗമാണ് നമ്മൾ നാളെ മറ്റന്നാളത്തെ എപ്പിസോഡിലൊക്കെ കാണാൻ വേണ്ടി പോകുന്നട്ടോ. ആകാശിന്റെ അഹങ്കാരത്തിനും വിവരമില്ലായ്മയ്ക്കും പൊട്ടത്തരത്തിനും കിട്ടുന്ന ഒരു മറുപടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ 2-3 എപ്പിസോഡാണ് ഇത് ശരിക്കും തമിഴില്. ഈ ഭാഗം കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം ഇതാണ് കേട്ടോ. അപ്പൊ മലയാളത്തിൽ എങ്ങനെയായിരിക്കും ഈ ഭാഗം വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.